നമസ്കാരം. ഞാൻ റിനോഷ് കോട്ടയ്ക്കൽ, കോട്ടയ്ക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതിയിലും പരിചയപ്പെടുത്തുന്ന കോട്ടയ്ക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തുമ്പമൺ നോർത്തിലുള്ള ടോംസാൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കേഷൻ വർക്കിനെ പറ്റിയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീടിൻ്റെ ഗേറ്റ് വർക്കും അതുപോലെ തന്നെ ഈ വീടിൻ്റെ റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറാമിക് ടൈലിനെ പറ്റിയാണ്. സെറാമിക് ടൈൽ വരെ ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിൽ സെറാമിക് ടൈൽ പാം റൂഫ് എന്ന കമ്പനിയുടെ സെറാമിക് ടൈലും അതുപോലെ തന്നെ 1200 സ്ക്വയർ ഫീറ്റോളം റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം ട്രഫോൾഡ് ഒറാലിയം ബ്രാൻഡിൻ്റെ 0.46 mm ഈ രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ റൂഫിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഈ വീടിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഒരു ഡിസൈൻ. ഗേറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചറൽ സ്ട്രക്ചർ ട്യൂബിൻ്റെ അകത്ത് HPL ഷീറ്റ് വെച്ചിട്ട് ലൈൻ ചെയ്തേക്കുന്ന ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെ HPL ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ്. 6 ഇഞ്ച് വീതി, 8 ഇഞ്ച് വീതി, 10 ഇഞ്ച് വീതി, അതുപോലെ തന്നെ 8/4 ഫുൾ ഷീറ്റ്, ഇങ്ങനെ പല സൈസിൽ HPL ഷീറ്റ് അവൈലബിൾ ആണ്. ഇത് മഴ നനഞ്ഞാൽ കൾഫീഡോ അങ്ങനെയുള്ള യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ 10 ഇയർ വാറണ്ടി കിട്ടുന്ന ലാമിനേറ്റഡ് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് ഗേറ്റുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലേസർ കട്ടിംഗ് ഷീറ്റ് അതുപോലെ തന്നെ HPL ഷീറ്റ്, ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഇപ്പോൾ വളരെ നമ്മുടെ മാർക്കറ്റിൽ ഗേറ്റുകൾക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ GP സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഇപ്പം അതിനെ ഫ്രെയിം ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു ഡിസൈനായിട്ടാണ് ഈ രണ്ട് ജയിലിൽ ഉപയോഗിച്ചിരുന്നത്. അതിന് ഗേറ്റ് ഇപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ലാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഗേറ്റിൻ്റെ ഒരു വർക്കിൽ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൻ്റെ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സെറാമിക്, പണ്ട് നമ്മുടെ വീടുകളിലെ നാടൻ ഓടുകൾക്ക് പകരമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ കണ്ടംപററി സ്റ്റൈലായിട്ട് നിൽക്കുന്ന സെറാമിക് ഓടാണ് ഈ വീടിൻ്റെ റൂഫിൻ്റെ മേജർ പോർഷൻ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതിൻ്റെ തൊട്ട് പാം റൂഫ് എന്ന കമ്പനിയുടെ ഗ്ലോസി ബ്രൗൺ എന്ന കളർ ഷെയ്ഡിലുള്ള ടൈലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് നമുക്ക് മേച്ചിൽ കവറേജ് കിട്ടുന്ന ടൈലാണ് വരുന്നത്. ഒരു ഓടിന് ഏകദേശം 70 രൂപ റേഞ്ച് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതാണ് 2600 സ്ക്വയർ ഫീറ്റോളം ഇതിൻ്റെ ഈ വീടിൻ്റെ മേജർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സെറാമിക് ടൈലിൻ്റെ ഈ ഗ്ലോസി ബ്രൗൺ എന്ന കളർ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഇതിപ്പോൾ ഈ വീടിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലത്തെ ഏരിയ ആണ്. അവിടെ നമുക്ക് ഒരു വരാന്ത സ്പേസ്, അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിൻ്റെ ലേക്കുള്ള ഒരു എൻട്രൻസ് ഇതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ അതിൻ്റെ ഉള്ള ഒരു സെപ്പറേറ്റ് വാതിൽ കൊടുത്ത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് കവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഒറാലിയം ട്രഫോൾഡിൻ്റെ 0.46 mm ബ്രൗൺ കളർ ഷീറ്റാണ് ഇതിന് ഈ സൈഡ് കവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതിൻ്റെ മുകളിൽ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം തുറന്ന് ഇതിൻ്റെ ഈ സെറാമിക് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിലേക്കുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ് ഇതിൻ്റെ ഒരു റൂഫ് വർക്ക്. ഇതാണ് ഈ ഒരു വർക്കിൻ്റെ നമ്മൾ ഈ സെറാമിക് ടൈൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ കാണുന്നതിൻ്റെ തൊട്ട് തന്നെ 3.1 സ്ക്വയർ ട്യൂബും 1.1 സ്ക്വയർ ട്യൂബും GP സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 3.1 ഏകദേശം 3 അടി ഗ്യാപ്പിലും 1 ഇഞ്ച് പള്ളിങ് അടിച്ചിരിക്കുന്നത് 13 ഇഞ്ച് ഗ്യാപ്പിലുമാണ് ഇതിൻ്റെ ഒരു ലെൻത്ത് സ്പേസ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഓട്, പാം റൂഫിൻ്റെ ഓട് എന്ന് പറയുന്നത് ഇത് വൈറ്റ് ക്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് വാട്ടർ അബ്സോർപ്ഷൻ 7% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഇനിഷ്യലി ഇടുന്ന വെയിറ്റ് തന്നെ ഈ പ്രൊഡക്റ്റിന് നീക്കുകയും പിന്നീട് അതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ആവാതെ വെള്ളം അബ്സോർവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അല്ലെ ഈ ഒരു പാം റൂഫിൻ്റെ സെറാമിക് ടൈലിനില്ല.
അതുപോലെ തന്നെ 10 വർഷം ഇതിന് കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നൽകുന്നുണ്ട്. ഇതിൽ തന്നെ അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ ISO നമ്പർ, ഡീറ്റെയിലുകളെല്ലാം തന്നെ കൊടുത്തിട്ടാണ് കമ്പനി പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ കാണുന്നതിൻ്റെ തൊട്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ആ റൂഫിംഗ് ഏരിയ ഈ രീതിയിലുള്ള സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ പള്ളിങ് ഗ്യാപ്പുകൾ തന്നെയാണ്. ഇത് കൃത്യമായിട്ടുള്ള 13 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ചെയ്തിട്ടാണ്. ഇതിൽ ജസ്റ്റ് നെയിലിലാണ് ഈ ഓടുകൾ ലേയിങ് ചെയ്ത് പോകുന്നത്. കൃത്യമായ ഗ്യാപ്പിൽ ഇതിന് കമ്പനി തന്നെ ഈ വരുന്ന നെയിൽസ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഇത് ലേയിങ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഫാബ്രിക്കേറ്റർ നമ്മളോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന റെജിയാണ്. റെജി ആയിട്ടുള്ള നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. റെജി എന്താ പറയുന്നു? പിന്നെ റെജിയുടെ വർക്ക്ഷോപ്പ് SR എഞ്ചിനീയറിംഗ് എലവൻതെട്ട. നമ്മളിത് റെജിയുടെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. റെജി, എന്താണ് ഈ സെറാമിക്കോട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമ്മൾ മറ്റേ ട്രഫോൾ ഷീറ്റായിട്ട് അല്ലെങ്കിൽ സെറാമിക്കോട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പട്ടിക കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ട്രഫോൾഡും സെറാമിക്കോട് വർക്കിനെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ അതിൻ്റെ പട്ടിക അതിൻ്റെ കറക്റ്റ് അളവിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 13.5 ഇഞ്ചോളം ഏകദേശം വരുന്നുണ്ട്. 13.4 അത് ഓടിന്റെ അനുസരിച്ചുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഈ സ്ട്രക്ചറൽ ട്യൂബ് പറഞ്ഞപ്പോൾ ഏത് ഗേജ് ഉള്ള? നമ്മൾ 16 ഗേജ് ഇടണം. കാരണം ലെന്ത് വരുന്നുണ്ട് 16 ഗേജിന്റെ 3.1 അല്ലെങ്കിൽ 4:2. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 4:2 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെവി ആവും സ്ട്രക്ചർ. നമ്മുടെ ഇതിന്റെ വീതി നീളം അനുസരിച്ചുള്ള ചെയ്താൽ മതി. ഏരിയ അനുസരിച്ച് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മൾ 3 അടി അകലത്തിലാണ് സ്ട്രക്ചർ ഇട്ടേക്കുന്നത്. അതായത് 3.5 അകലത്തിൽ ഡ്രസ് അടിച്ചേക്കുന്നത്. പിന്നെ പട്ടിക അടിച്ചേക്കുന്ന 13 ഇഞ്ച്. അത് ഓടിന്റെ അനുസരിച്ച് ചിലപ്പോൾ ശല വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കുഴുവാത്തി വരുന്നത് അടിയിൽ നമ്മൾ അലൂമിനിയം കോയിലാണ് അടിച്ചിരിക്കുന്നത്. കോയിൽ അടിച്ചിട്ട് അതിന്റെ മേളിലാണ് അതായത് ഈ ജോയിന്റുകൾ വരുന്ന അത് പിന്നെ നമ്മൾ അടിയിൽ അലൂമിനിയം കോയിൽ അടിച്ചിട്ട് അതിന്റെ മേളിലാണ് സെറാമിക് ഇട്ടേക്കുന്നത്. കാരണം ഇത് സിമെന്റുമായിട്ട് അലൂമിനിയം പ്ലെയിൻ കോയിൽ സിമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അത് നമ്മൾ സിലിക്കോൺ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി. സിലിക്കോണാണ് കൂടുതലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് ഈ അലൂമിനിയം കോയിൽ? അല്ല, സിലിക്കോൺ ഒട്ടിച്ചാണ് ഓടിന്റെ മൂല എല്ലാം ഒട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഈ കോർണർ എല്ലാം നെയിലിനോടൊപ്പം തന്നെ സിലിക്കോണിന്റെ പ്രൊഡക്റ്റ് കൊണ്ട് ചേർത്തിട്ടാണ് ഓയിൽ സെറ്റ് ആവുന്നത്. നമ്മളെ ഈ ബോർഡ് കോർത്തിടാൻ വേണ്ടി മാത്രമാണ് ഈ നെയിൽ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം സിലിക്കോൺ വേണ്ട. അതിനകത്ത് കൂടുതൽ കമ്മത്തെല്ലാം ഒട്ടിക്കുന്ന സിലിക്കോണാണ്. അതിന്റെ കാണാം ഇങ്ങനെ എല്ലാം അതെല്ലാം സിലിക്കോണിലാണ് ജോയിൻ ചെയ്ത് പോകുന്നത്. സിമെന്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. സിലിക്കോണും നെയിലും മാത്രമേ. അതാണ് ഇതിന്റെ ഒരു ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ മേളിൽ കയറാൻ വേണ്ടി നമ്മൾ ആ ഓടെ ചവിട്ടി കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ കയറാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ സാധാ ഓടും അല്ലെങ്കിൽ സെറാമിക് ഓടും ഒരു മെയിൻ്റെനൻസ് എങ്ങനെയാണ് തമ്മിൽ? മെയിൻ്റെനൻസിനകത്ത് നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ്റെനൻസ് കളർ അങ്ങനെ പോകാറില്ല. മറ്റേ സാധാ ഓടാവുന്ന നമ്മൾ വർഷങ്ങളോളം പെയിന്റ് അടിക്കേണ്ടി വരും. ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സെറാമിക് ഓൾഡ് ശരിക്കും പറഞ്ഞ ഒരു മെയിൻ്റെനൻസ് ഫ്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് ഇതിന് എനിക്ക് പാം പ്രൂഫ് ഈ കമ്പനി 10 വർഷം ഇതിന് വാറണ്ടി തന്നെ നൽകുന്നുണ്ട്. അപ്പം ഒരു മെയിൻ്റെനൻസ് മറ്റേതിനെക്കാട്ടി മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് സാധനം ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു 7,500 സ്ക്വയർ ഫീറ്റിന്റെ ഈ സെറാമിക് പാം പ്രൂഫ് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ വേറൊരു സൈഡിലൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം പാം പ്രൂഫ് നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റിൽ ഹാപ്പിയാ കുഴപ്പമില്ല. അതുപോലെ തന്നെ കോട്ടക്കലായിട്ടുള്ള ഡീലിംഗ് ഹാപ്പിയാ. 8-9 വർഷമായിട്ട് നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ പിന്നീട് ബാക്ക് ഏരിയ ട്രഫോൾ ഷീറ്റ് ആയിട്ടേക്കുന്നത്. ഇവിടെ നമ്മൾ അലൂമിനിയം 46 ബ്രാൻഡിന്റെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രഫോൾഡ് അലൂമിനിയം ഷീറ്റിന്റെ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു സ്ലോപ്പ്, 1 സൈഡ് സ്ലോപ്പിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. റെജി, ഇത് എന്തോ സ്ലോപ്പിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്? 2 അടി സ്ലോപ്പ്. ഏകദേശം 2 അടി സ്ലോപ്പിലാണ് നമ്മുടെ 3.1 തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ നമ്മൾ സെറാമിക് ഓടും അല്ലെങ്കിൽ ട്രഫോൾഡും തമ്മിൽ വരുമ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഗ്യാപ്പ് ഡിഫറൻസ്, അതായത് 3.1 മറ്റേ നമ്മള് സെറാമിക് ഓട് വരുന്നുണ്ട് 3 അടി ഗ്യാപ്പിലാണ് 3.1 കഴിക്കോൽ എന്ന് പറയുന്നത്. നമ്മുടെ ഷീറ്റ് വരുന്നുണ്ട് 5 അടി. അപ്പം മറ്റേ വരുമ്പോൾ 3 അടി, ഇത് 5 അടി. പർലിങ്ങിന്റെ വരുന്നുണ്ട് 1 മീറ്റർ. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നതിന്റെ ഗ്യാപ്പിന്റെ ഒരു വ്യത്യാസം വരും സെറാമിക് ഓടും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കോസ്റ്റ് വൈസ് ഇതിൽ ഏതാ കുറച്ചുകൂടെ? കുറവ്. ട്രഫോൾ ഷീറ്റ് ആയിരിക്കും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ്.
ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ വെള്ളം എല്ലാം കളക്ട് ചെയ്ത് പാത്തിയിൽ കളക്ട് ചെയ്ത് ഡ്രെയിനേജ് പൈപ്പ് സംവിധാനം എല്ലാം കൊടുത്തിരിക്കുകയാണ്. ചേച്ചി അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഓപ്പൺ ഏരിയ, ഇത് ഈ വെള്ളം എല്ലാം വീണ് ഇവിടെ ഫ്ലോർ എല്ലാം ഒരു പ്രശ്നം വരത്തില്ല? എന്താണ് ഇതിന്റെ കാണുന്നവർക്ക് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന വെള്ളം വീഴുമെന്ന് തോന്നും. പക്ഷെ അതിനുള്ള സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡോർ ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാം, ഒന്ന് കാണിച്ചേ. നമ്മൾ ഡോർ ചെയ്തേക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് വലിക്കും. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് തെളിയാൽ മതി. ഇതൊരു സ്ലൈഡിംഗ് ഡോറായിട്ട് ഇത് അങ്ങ് അറ്റം വരെ പോകും. അങ്ങ് അറ്റം വരെ പോയി കഴിയുന്ന തന്നെ ആ ഷെയ്ഡിന്റെ അടിയിലോട്ട് ഈ സാധനം കയറും. തന്നെ ആ വെള്ളം ഇങ്ങോട്ട് വീഴും. ശരി, നമ്മൾ തുറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറക്കാം. ഇത് ഈ സ്ക്വയർ ട്യൂബിൽ ഇതിന്റെ മുകളിൽ ഇത് എന്താ ചെയ്തേക്കുന്നത്? ഇത് നമ്മൾ ഇത് 1 ഇഞ്ചിന്റെ പൈപ്പാണ്. അത് 1.25 പൈപ്പ് ഇട്ടിട്ട് അത് സ്ലൈഡിംഗ് ആയിട്ട് അതിനകത്ത് കിടന്നു കൊടുക്കും. വേറെ ഹിഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊന്നും വേണ്ട, ഒന്നും ആവശ്യം. പിന്നെ ഇവിടെ കയറുന്നുണ്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് അവിടെ, ആ ഒരു കാണുന്നത്. അപ്പൊ പിന്നെ ഈ അകത്തുനിന്ന് കയറുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് തുറക്കാൻ പറ്റൂ, മേളിൽ നിന്നുള്ള ആൾക്കാർക്ക് തുറക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാബ്രിക്കേഷൻ വർക്കാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് റിനോഷ് കോട്ടയം.